गुरुर्ब्रह्मा गुरुर्विष्णुर्गुरुर्देवो महेश्वरः गुरुः साक्षात् परब्रह्म तस्मै श्रीगुरवे नमः। ഓം ശ്രീ സായിറാം. പ്രശാന്തി നിലയത്തിൽ നിന്നും സ്നേഹപൂർവം സായിറാം. സായി പ്രചോദനങ്ങൾ ഓഗസ്റ്റ് 13, 2024. ആത്മീയ മാർഗത്തിലെ നമ്മുടെ പുരോഗതി എങ്ങനെ അളക്കാൻ സാധിക്കും? പ്രശാന്തി നിലയത്തിലേക്കുള്ള തീർത്ഥയാത്രയ്ക്ക് അതിലുള്ള പ്രാധാന്യം എന്താണ്? ഭഗവാൻ പ്രേമപൂർവം നമ്മെ പഠിപ്പിക്കുന്നു. പ്രേമസ്വരൂപരെ, നിങ്ങൾ കൂടുതൽ സ്നേഹിക്കുകയും അല്പം മാത്രം സംസാരിക്കുകയും കൂടുതൽ തീവ്രമായി ആളുകളെ സേവിക്കുകയും ചെയ്യുന്നുണ്ടോ? എങ്കിൽ ധ്യാനത്തിലുള്ള നിങ്ങളുടെ വിജയത്തിന്റെ അടയാളമാണത്. നിങ്ങളുടെ പുരോഗതിയെ നിർണയിക്കേണ്ടത് നിങ്ങളുടെ സ്വഭാവവും പെരുമാറ്റവുമാണ്. ധ്യാനം വസ്തുക്കളോടും ജീവികളോടുമുള്ള നിങ്ങളുടെ മനോഭാവത്തിൽ മാറ്റം വരുത്തണം. അല്ലാത്ത പക്ഷം അതൊരു കാപട്യമാണ്. ഒരു പാറ പോലും മഴ, ചൂട്, തണുപ്പ് മുതലായ പ്രതിഭാസത്താൽ പൊടിഞ്ഞ് മണ്ണായി ഒരു വൃക്ഷത്തിന് ഭക്ഷണമായി തീരുന്നു. ഏറ്റവും കഠിനമായ ഹൃദയം പോലും ദൈവികത ഉടലെടുക്കുമ്പോൾ മൃദുവായി തീരുന്നു. ഒരു കാറിനെ പണിശാലയിലേക്ക് കൊണ്ടുപോകുന്നത് പോലെയായിരിക്കണം നിങ്ങൾ പ്രശാന്തി നിലയത്തിലേക്ക് വരേണ്ടത്. പെയിന്റടിച്ച് പുത്തനാക്കി പഴയ നട്ടുകളും ബോൾട്ടുകളുമെല്ലാം മാറ്റി സ്ഥാപിച്ച് യന്ത്രഭാഗങ്ങളെല്ലാം വൃത്തിയാക്കി ഓരോ ഭാഗങ്ങളും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന രീതിയിൽ വേഗത്തിൽ ഓടിക്കാവുന്ന വിധത്തിലായിരിക്കണം ആ വണ്ടി പുറത്തിറക്കേണ്ടത്. എല്ലാ ദുശ്ശീലങ്ങളെയും പുറന്തള്ളി അവിടെ നല്ല ശീലങ്ങൾ ഇടം പിടിക്കണം. ദുർമാർഗങ്ങളുടെ നിഴൽ പോലും ഇല്ലാത്ത രീതിയിൽ എല്ലാ അഹങ്കാരങ്ങളെയും വെടിഞ്ഞ് ഹൃദയത്തെ ശുദ്ധമാക്കി വെക്കണം. നിങ്ങൾ നേടിയെടുക്കേണ്ട തീർത്ഥാടന ഫലം അതാണ്. അത് നിങ്ങളുടെ ദൃഢസങ്കല്പമായിരിക്കണം. സാധന നിങ്ങളെ ശാന്തനും സ്ഥിരചിത്തനും പക്വമതിയുമാക്കി തീർക്കണം. 1969 ജനുവരി 13 ഭഗവാൻ നടത്തിയ ദിവ്യപ്രഭാഷണത്തിൽ നിന്നുള്ള പ്രസക്ത ഭാഗം. സായിയോടൊപ്പം സായിക്കു വേണ്ടി സായിയിൽ മുഴുകിയ ഒരു ദിവസം ആശംസിക്കുന്നു. ജയ് സായിറാം.